ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു നിർത്തിയത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്ത് നടക്കുന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. എക്സ്ട്രാ വിവരങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു കോംപ്രിഹെൻസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ചോദ്യം, ഞാനൊരു 5 ചോദ്യം വെച്ചിട്ടാണ് ഈ സാധനം നിർത്തിയത്. എന്താണ് അന്റാർട്ടിക് ഓസോൺ ഹോള്, എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമായിട്ടുള്ള കാരണം എന്തൊക്കെയാണ്, വാട്ട് ആർ ദ കൗണ്ടർ മെഷേഴ്സ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, ഇത്രയാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പം എൻ്റെ ഒരു ചോദ്യം, ഈ അന്റാർട്ടിക് ഓസോൺ ഹോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ചോദ്യം എന്താണെന്നുള്ളത് നിങ്ങൾ കിട്ടി. അന്റാർട്ടിക് ഓസോൺ ഹോളിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ ആൻസർ നമ്മൾ എഴുതിയായിരുന്നു. വാട്ട് ഈസ് അന്റാർട്ടിക് ഓസോൺ ഹോൾ എന്ന് പറയുന്നത്? വാട്ട് ഈസ് അന്റാർട്ടിക് ഓസോൺ ഹോളിന്റെ ആൻസർ നമ്മൾ പറഞ്ഞായിരുന്നു. റിലേറ്റീവ്ലി ലെസ് അബണ്ടൻസ് ഓഫ് ഓസോൺ മോളിക്യൂൾസ് in Dobson unit, the Dobson scale. നമ്മൾ പറഞ്ഞുതരാം. അപ്പം എൻ്റെ ചോദ്യം, ആർട്ടിക്കൽ ഓസോൺ ഹോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ വേറെ ഒരിടത്തും ഓസോൺ ഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലേ? ഉണ്ടെന്നുള്ളതാണ് ഉത്തരം. ആർട്ടിക്കിലൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നോട്ട് ആസ് പ്രോമിനന്റ് ആസ് അന്റാർട്ടിക്ക എന്നുള്ളതാണ് ചോദ്യം. അന്റാർട്ടിക്കയിൽ അത് വളരെ പ്രോമിനന്റ് ആയതുകൊണ്ടാണ് നമ്മൾ അന്റാർട്ടിക് ഓസോൺ ഹോൾ എന്നതിൻ്റെ അടുത്ത് പറയുന്നത്. സോ വൈ ഈസ് ഇറ്റ് ക്രിയേറ്റഡ്, അല്ലെങ്കിൽ പ്രോമിനന്റ് ഓവർ അന്റാർട്ടിക്ക എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത് അഡ്രസ് ചെയ്യേണ്ട ചോദ്യം. അതിനു മുമ്പ് വെൻ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ക്രിയേറ്റഡ് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ നമുക്ക് എഴുതാം. മോസ്റ്റ് പ്രോമിനന്റ് ഡ്യൂറിങ് അന്റാർട്ടിക് വിന്റർ ആൻഡ് വിസിബിൾ ഡ്യൂറിങ് അന്റാർട്ടിക് സ്പ്രിംഗ് സീസൺ. അതിൻ്റെ ഉത്തരവ് നമ്മൾ പറഞ്ഞു. അതും വേണമെങ്കിൽ എഴുതിക്കോ. മോസ്റ്റ് പ്രോമിനന്റ് ഡ്യൂറിങ്, ക്രിയേറ്റഡ് ഡ്യൂറിങ് അന്റാർട്ടിക് വിന്റർ ആൻഡ് വിസിബിൾ ഡ്യൂറിങ് സ്പ്രിംഗ് സീസൺ. അവിടെ 2 ചോദ്യമുണ്ട്. വൈ ഈസ് ഇറ്റ് ക്രിയേറ്റഡ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു സ്ഥലത്ത് ആ ഒരു സമയത്ത് മാത്രം ഉണ്ടാകുന്നതാണ്. സോ നമുക്ക് രണ്ടാമത്തെ ചോദ്യമാണ് നമുക്കിവിടെ അഡ്രസ് ചെയ്യേണ്ടത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി വെരി കോംപ്ലിക്കേറ്റഡ്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള ഒരു കാര്യമാണ്. ഇവിടെ ജോഗ്രഫിയുടെ ഒക്കെ ഓവർലാപ്പ് വരുന്നുണ്ട്. എനിക്ക് സമയം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ആ ജോഗ്രഫിക്ക് ഒത്തിരി പറഞ്ഞു തരായിരുന്നു. ഞാനിത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഡെപ്തിലുള്ള കാര്യം മാത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. സോ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാൻ പോവുകയാണ്. ഐ മീൻ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ അഡ്രസ് ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ അന്റാർട്ടിക്കയുടെ മേളിൽ മാത്രം ഇത്രയും പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നു അത് ഈ ഒരു സമയത്ത്? മെയിൻലി അതിൻ്റെ ആൻസർ നിങ്ങൾ ഒറ്റ ലൈനിൽ എങ്ങനെ എഴുതിക്കോ. മെയിൻലി ബിക്കോസ് ഓഫ് combination of temperature and other geographic factors existing exclusively in Antarctica. ആൻസർ ഇങ്ങനെ പറയാം. മെയിൻലി ബിക്കോസ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് അതർ ജോഗ്രഫിക് ഫാക്ടേഴ്സ് എക്സിസ്റ്റിംഗ് എക്സ്ക്ലൂസീവ്ലി ഇൻ അന്റാർട്ടിക്ക, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഇൻ അന്റാർട്ടിക്ക. എക്സ്ക്ലൂസീവ്ലി മോസ്റ്റ്ലി ഇൻ അന്റാർട്ടിക്ക. എന്താണ് ആ ഫാക്ടേഴ്സ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. എന്തൊക്കെ ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് അന്റാർട്ടിക്കയുടെ മേലുള്ള ഈ ഓസോൺ ലെയറിനെ ഇത്രയും അങ്ങോട്ട് കണ്ട് ഡിപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ റീസൺസ് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ഗ്രാഫിൽ നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് കഴിയും. അന്റാർട്ടിക്കയുടെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ നോക്ക്. അന്റാർട്ടിക് വിന്ററിൽ വരുമ്പോൾ ആർട്ടിക്കിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, ആർട്ടിക്കിൽ നോർത്ത് പോളാണ്, അന്റാർട്ടിക്ക സൗത്ത് പോളാണ്. നോർത്ത് പോളും സൗത്ത് പോളും. ഇവിടെയാണ് അന്റാർട്ടിക്ക, ഇവിടെയാണ് ആർട്ടിക്. ഇവിടെ ചുറ്റിന് ലാൻഡാണ്, ആൾക്കാരുടെ താമസം കൂടുതലാണ്. ഇപ്പം മാത്രമല്ല ഒത്തിരി എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി അവിടുത്തെ ടെമ്പറേച്ചർ അന്റാർട്ടിക്ക വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് സീയാണ്. അടുത്തൊന്ന് ലാൻഡ് വളരെ കുറവാണ്, ഹോമോജിനിറ്റി ഉണ്ട്. ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ
അന്റാർട്ടിക്കയുടെ ടെമ്പറേച്ചർ ഉണ്ടോ, ആവറേജ് ടെമ്പറേച്ചർ തന്നെ അന്റാർട്ടിക് വിന്റർ സീസണിൽ നോക്ക്, -130 ഡിഗ്രി സെൽഷ്യസ് വരെ അന്റാർട്ടിക്കയുടെ മാക്സിമം ടെമ്പറേച്ചർ പോകും. ആർട്ടിക്കൽ അത്രയും പോകത്തില്ല, മാക്സിമം ഒരു 110 -110 വരെയൊക്കെ പോവാം. കണ്ടോ, മിനിമം മാക്സിമം കണ്ടോ, ഒക്ടോബറിലേക്ക് എത്തുമ്പോഴത്തേക്ക് -130 ഡിഗ്രി ഫാരൻഹീറ്റ്. അത് ഞാൻ നോക്കിയോ, ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെ വരും, -130 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് എത്തും. ക്ലിയർ ആണോ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, അന്റാർട്ടിക്ക ഈസ് വേ കൂളർ ദാൻ ആർട്ടിക്. ആർട്ടിക്കിനെക്കാളും വളരെ കൂളറാണ് അന്റാർട്ടിക് റീജിയൻ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രീ കണ്ടീഷൻ. അന്റാർട്ടിക്കിൽ ഇനി നടക്കാൻ പോകുന്ന ഓരോരോ റിയാക്ഷൻ്റെ അല്ലെങ്കിൽ ഓരോരോ പ്രോസസ്സിൻ്റെയൊക്കെ ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി നടക്കാം ഈ ഒരു ഒറ്റ ഫാക്ടറാണ്. അന്റാർട്ടിക്ക ആർട്ടിക്കിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ തണുപ്പാണ്. എന്തൊക്കെയായിരിക്കും ഇതിന്റെ എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു തണുപ്പ് കൂടുതലുള്ളത് കൊണ്ട് അന്റാർട്ടിക്കയുടെ മേളിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ അന്റാർട്ടിക്കയുടെ മേളിൽ കൂടുതലായിട്ട് കാണുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, presence of the low temperature over Antarctica produce a high altitude, low temperature, nitrous cloud known as nacreous clouds or polar stratospheric clouds over the region. ഇതാണ് ആ ലോ ടെമ്പറേച്ചറിൽ മാത്രം ഫോം ചെയ്യുന്ന ഒരു ഇവിടെ ഒന്ന് രണ്ട് വേർഡ്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് ആർ ഹൈ ഓൾട്ടിറ്റ്യൂഡ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഉണ്ടാകുന്നത്, ആൻഡ് ലോ ടെമ്പറേച്ചർ, വളരെ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ, ആൻഡ് മോസ്റ്റ്ലി കമ്പോസ്ഡ് ഓഫ് നൈട്രജനിയസ് കോമ്പൗണ്ട്സ്. നൈട്രജീനിയസ് കോമ്പൗണ്ട്സ് വെച്ച് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് കൊണ്ടുണ്ടാകുന്ന ലോ ഓൾട്ടിറ്റ്യൂഡ് ക്ലൗഡ്, സോറി ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്ലൗഡ്സിനാണ് നേക്രസ് ക്ലൗഡ് എന്ന് വിളിക്കുന്നത്. ലൈക്ക് ഇതിനെ മദർ ഓഫ് പേൾ ക്ലൗഡ് എന്ന് വിളിക്കാറുണ്ട്, ഓൾസോ നോൺ ആസ് മദർ ഓഫ് പേൾ ക്ലൗഡ്സ്. അന്റാർട്ടിക്കയുടെ മേളിൽ നടക്കുന്ന ഓസോൺ ഡിപ്ലീഷന്റെ ഒരു മേജർ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന, മേജർ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഈ പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ്. എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് ഇവിടെ വായിച്ചു നോക്കിയാൽ മതി. ഇത് വായിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ചു നോക്കാന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അത് ഞാനിവിടെ പറയുന്നുണ്ട്. ക്ലൗഡ് ഉള്ളപ്പോഴും ക്ലൗഡ് ഇല്ലാത്തപ്പോഴുള്ള വ്യത്യാസമാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ക്ലൗഡ് ഉള്ളപ്പോഴും ക്ലൗഡ് ഇല്ലാത്തതും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പ്രത്യേക പേപ്പറിൽ എഴുതി പറഞ്ഞുതരാം. ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വരണം? ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് വരണം. ആരൊക്കെയാണ് മേജർ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്? ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ HCFC, HBFC ഒക്കെയാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. സോ എർത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് വിൻഡ് എഫക്ട്സ് ഓഫ് വിൻഡിൻ്റെയൊക്കെ ഭാഗമായിട്ട്, വിൻഡ് ബെൽറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് റീച്ചസ് പോൾസ്. അത് അന്റാർട്ടിക്കിൽ എത്തുന്നു, ആർട്ടിക്കിൽ എത്തുന്നുണ്ട്. ഇവിടെ ക്ലൗഡ് ഇല്ലാത്തൊരവസ്ഥയാണ് ഇരിക്കട്ടെ. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ആർ നോ ക്ലൗഡ്, ക്ലൗഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ HCFCയും SBFCയും വന്ന് നോർമലി എങ്ങനെയാണോ ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നത് അതുപോലെ ഡിപ്ലീറ്റ് ചെയ്തിട്ട് അവരങ്ങ് പോകും. ഓക്കെ, ഓസോണിനെ ഇവിടുത്തെ ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യും. ആർട്ടിക്കിൽ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അന്റാർട്ടിക്കിൽ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിക്കിൽ എല്ലാ സമയത്തും, അന്റാർട്ടിക്കിലെ സമ്മർ സമയത്ത്, അന്റാർട്ടിക് സമ്മർ സമയത്ത് 6 മാസം സമ്മർ ആയിരിക്കും, നോ ക്ലൗഡ്സ്. സമ്മർ സീസണിൽ ക്ലൗഡ് ഉണ്ടാകുന്ന സാധ്യത കുറവാണ്, ടെമ്പറേച്ചർ വളരെ കുറവാണ്, കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ക്ലൗഡ് ഉണ്ടാകത്തുള്ളൂ. സോ ഇഫ് ദർ ആർ നോ ക്ലൗഡ്സ്, ദേ നോർമലി depletes
ഡിപ്ലീറ്റ്സ് ഓസോൺ. നോർമലി ഡിപ്ലീറ്റ് ചെയ്യും. സാധാരണ എങ്ങനെയാണ് ഡിപ്ലീറ്റ് അതുപോലെ ഡിപ്ലീറ്റ് ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. Cl, ക്ലോറിൻ്റെ നൈട്രേറ്റ്സ്, HCl ഇതൊക്കെ ചെന്നിട്ട് നേരെ നോർമലി ഓസോനെ ഡിപ്ലീറ്റ് ചെയ്യുന്നു. റിയാക്ട് ചെയ്ത് അത് ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ക്ലോറിൻ മോണോക്സൈഡ് കൊണ്ടാകുന്നുണ്ട്. ക്ലോറിനും ഓസോൺ റിയാക്ട് ചെയ്ത് ക്ലോറിൻ മോണോക്സൈഡ്. റിമെമ്പർ നമ്മൾ ആ റിയാക്ഷൻസ് പറഞ്ഞില്ലേ? ഓക്കെ അല്ലേ? ശരി. ഇനി വിത്ത് ക്ലൗഡ് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിയാക്ടേഴ്സ് മര്യാദയ്ക്ക് പോയി കുറെ കഴിയുമ്പോഴേ ഡിസിപ്പേറ്റ് ചെയ്തങ്ങ് പോകും. ഈ വരുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അവിടെ ക്ലൗഡൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്തങ്ങ് പോകും. പക്ഷെ ക്ലൗഡ് ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്ന ഒരു വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ദീസ് ക്ലൗഡ് ആക്ട്സ് ആസ് സർഫസ് ഫോർ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ടു കോൺസെൻട്രേറ്റ് ആൻഡ് ഡിപ്പോസിറ്റ്. അതുകൊണ്ട് ഇവിടെ ഒരു സർഫസ് അവർക്ക് ഇപ്പം കിട്ടിയില്ലേ? ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ഇവിടെ വന്നെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യും. ഒത്തിരി ഒന്നും സ്കാറ്റർ ചെയ്ത് പോകത്തില്ല. ഇവരിവിടെ വന്നിട്ട് സർഫസിലെല്ലാം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കും. മറ്റേത് ഇത് ഗ്യാസ് അല്ലേ, ഇവരൊക്കെ ഗ്യാസസ് പല രീതിയിൽ കാറ്റത്ത് പറന്നു പോകും. പക്ഷെ ഇവിടെ ഇങ്ങനെ ക്ലൗഡ് ഇരിക്കുന്ന കാരണം തണുത്ത സർഫസാണ്. ഈ തണുത്ത സർഫസിലേക്ക് ഇവർ വന്നിട്ട് അങ്ങ് പറ്റിയിരിക്കും. പറ്റിയിരുന്നിട്ട് ബാക്കി എന്ത് സംഭവിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം. സമയാസമയം എടുത്തു വെച്ചിട്ട് ഇതിൽ നിന്ന് പതുക്കെ 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 ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഒന്നുകൂടി ഒന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞു തന്നു. എഴുതിത്തരാം, എഴുതിക്കോ. These cloud act as surfaces for ODS to concentrate and deposit, which gives more time for these substances to react with ozone. Which gives more time for these ozone depleting substances to react and deplete ozone. അത് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. യു ക്യാൻ റീഡ്. ക്ലിയർ ആണോ? ഒന്നാമത്തെ ഫാക്ടർ ഓക്കെ ആണോ? ഇനി നിങ്ങൾ ആർട്ടിക്കും അന്റാർട്ടിക്കും കമ്പയർ ചെയ്ത് നോക്ക്. എവിടെയാണ് നെയ്ക്രസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ? ആർട്ടിക്കിലാണോ അന്റാർട്ടിക്കിലാണോ? അന്റാർട്ടിക്കിലാണ്. അപ്പോൾ എവിടെയാണോ ക്ലൗഡ് ഫോം ചെയ്യുന്നത് അവിടെയാണ് ഈ റിയാക്ഷൻ്റെ റേറ്റും ലോഞ്ചിറ്റിവിറ്റിയൊക്കെ കൂടുതൽ. അപ്പോൾ അത് അന്റാർട്ടിക്കയിലാണ്. സോ അപ്പോൾ ആർട്ടിക്കിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് അന്റാർട്ടിക്കയിൽ ഓസോൺ ഡിപ്ലീഷൻ കൂടുതലായിട്ട് നടക്കും. ഒന്നാമത്തെ റീസൺ. ഓക്കെ, ക്ലിയർ? ക്ലിയർ? ശരി. രണ്ടാമത്തെ റീസൺ ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇമാജിൻ എർത്ത് ഉണ്ട്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ലൈക്ക് ക്ലോറിൻ, ബ്രോമിൻ, ബ്രോമിൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ട്രാവൽ ചെയ്ത് ആർട്ടിക്കിലും എത്തുന്നുണ്ട്, അന്റാർട്ടിക്കിലും എത്തുന്നുണ്ട്. റീച്ചസ് ആർട്ടിക് ആസ് വെൽ ആസ് അന്റാർട്ടിക്. വിൻഡ് ബെൽറ്റാണ് കാരണം. നിങ്ങൾ വിൻഡ് ബെൽറ്റ് ജോഗ്രഫി പഠിച്ചിട്ടുണ്ടാവും. ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും എത്തുന്നുണ്ട്. ഈ ഇവിടെ വന്നു ചേരുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് നാച്ചുറലി കുറേ നേരം തിരിച്ചും വരും. വിൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയല്ലേ, പുറത്തേക്ക് അവർ ഇറങ്ങി പോവാം, എങ്ങോട്ടും ഡിസ്പേഴ്സ് ചെയ്ത് പോവാം. പക്ഷെ വാട്ട് ഇഫ് ഇവിടെ വന്നു ചേരുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിനെ ഇവിടെ തന്നെ കണ്ടെയ്ൻ ചെയ്ത് നിർത്തി കഴിഞ്ഞാലോ? ഇവിടെ വന്നു ചേരുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിനെ അവിടെ തന്നെ കണ്ടെയ്ൻ ചെയ്ത് നിർത്തി കഴിഞ്ഞാലോ? വാട്ട് ഇഫ് ozone depleting substances are contained at poles by lateral wind belts. അവിടെ തന്നെ കണ്ടെയ്ൻ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഒരു 2-3 മാസം അവിടെ തന്നെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ അവർ ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യത്തില്ല. അവിടെ നിന്നിട്ട് കണ്ടെയ്ൻ ചെയ്ത് നിർത്താനായിട്ട് ഒരാൾ ഓൾറെഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെയ്ക്രസ് ക്ലൗഡ് അന്റാർട്ടിക്കയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെയ്ക്രസ് ക്ലൗഡ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ഡിപ്പോസിഷൻ നടക്കുന്നുണ്ട് കമ്പയർ ടു ആർട്ടിക്. ഇത് കൂടാതെ ലാറ്ററൽ വിൻഡ് ബെൽസ്,
ഈ ലാറ്ററൽ വിൻഡ്മിൽസ് ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെങ്കിൽ ജോഗ്രഫിയിലേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പോളാർ വോർട്ടെക്സ്. കേട്ടിട്ടുണ്ടോ ജോഗ്രഫിയിൽ? ഓക്കെ, പോളാർ വോർട്ടെക്സ് ആർ ലോ പ്രഷർ റീജിയൻ created over poles by jet streams, polar jet streams. നിങ്ങൾ അത് അറിയില്ലാത്ത ആൾക്കാർ ദയവ് ചെയ്തിട്ട് ആ ജോഗ്രഫിയിൽ ആ പോളാർ വോർട്ടെക്സ് എന്ന് പറയുന്ന പോർഷൻസ് എടുത്ത് വെച്ച് പഠിക്കുക. അപ്പോൾ ഏർത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്പ് പോളാർ വോർട്ടെക്സ് കാണുന്നുണ്ട് ജെറ്റ് സ്ട്രീംസ് കാരണം. നിങ്ങൾ ജെറ്റ് സ്ട്രീംസ്, പോളാർ ജെറ്റ് സ്ട്രീംസ് പഠിച്ചിട്ടുണ്ടാവും. ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീംസ്, സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീംസ്, പോളാർ ജെറ്റ് സ്ട്രീംസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഈസ്റ്റേർലി വിൻസ്. അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടെന്നൊരു പ്രിടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. നോർത്ത് പോളിലും സൗത്ത് പോളിലും ആർട്ടിക്കിന്റെ മേലിലും അന്റാർട്ടിക്കിന്റെ മേലിലും ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീംസ് കാണാം. പോളാർ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം കറക്റ്റ്. ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീംസ് കാണുന്നുണ്ട്. പോളാർ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീംസ്. ഓക്കെ, സോറി, ഈസ്റ്റേർലി ആണോ വെസ്റ്റേർലി ആണോ ജെറ്റ് സ്ട്രീംസ്? പോളാർ വെസ്റ്റ് ടു ഈസ്റ്റേർലീസ് ആണ് പോകുന്നത്. വെസ്റ്റേർലീസ് ആണല്ലേ ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത്. പറഞ്ഞോ, അത് എന്റെ ചോദ്യം. ജെറ്റ് സ്ട്രീംസ് ഈസ്റ്റേർലീസ് ആണോ വെസ്റ്റേർലീസ് ആണോ? ഈ ഫിഗർ നോക്കിയിട്ട് പറയും, അത് തന്നെ കിട്ടും. വെസ്റ്റ് ഈസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെസ്റ്റേർലീസ് അല്ലേ? കമന്റ് ചെയ്യണേ, ഞാൻ ജോഗ്രഫി അല്ലോ പഠിപ്പിക്കുന്നത്, ഞാൻ മറന്നുപോയി. കമന്റ്, ജസ്റ്റീൻസ് വെസ്റ്റേർലീസ് ആണോ ഈസ്റ്റേർലീസ് ആണോ എന്നുള്ളത്. ഈ ഫിഗറിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നോർത്ത് പോൾ മാത്രമേ വരച്ചിട്ടുള്ളൂ, ഇതേപോലെ സൗത്തിലും ഉണ്ട്, ആർട്ടിക്കും അന്റാർട്ടിക്കും. എന്റെ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയാവോ? വിച്ച് പോളാർ വോർട്ടെക്സ് ഈസ് സ്ട്രോങ്? ഒന്നാമത്തെ ചോദ്യം, വിച്ച് പോളാർ വോർട്ടെക്സ് ഈസ് സ്ട്രോങ്? വെൻ ഇറ്റ് വിൽ ബിക്കം സ്ട്രോങ്? എന്റെ 2 ചോദ്യം. ആദ്യം നമുക്ക് ആർട്ടിക്കിന്റെ അന്റാർട്ടിക് പോളാർ വെർട്ടെക്സും ഉണ്ട്, ആർട്ടിക് പോളാർ വെർട്ടെക്സും ഉണ്ട്. പറഞ്ഞോ, ഇതിനകത്ത് ഏത് പോളാർ വെർട്ടെക്സാ സ്ട്രോങ്? നിങ്ങളുടെ ആൻസർ പറയും. അതിന് സ്ട്രോങ്ങിന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു വിൻഡ് ബെൽറ്റ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്, എ. ഒരു വിൻഡ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്, ബി. ഇതിൽ ഏതാ സ്ട്രോങ് ആയിട്ട് കറങ്ങുന്ന വിൻഡ്? എ ആണോ ബി ആണോ? നമ്മൾ കയറൊക്കെ എടുത്ത് കല്ല് കെട്ടി തൂക്കിയിട്ടിട്ട് കറക്കത്തില്ലേ? സ്ട്രോങ് ആയിട്ട് കറങ്ങുമ്പോഴത്തേക്ക് അതൊരു പെർഫെക്റ്റ് സർക്കിൾ ആവും. വീക്ക് ആയിട്ട് കറങ്ങുമ്പോഴത്തേക്കാണ് അതൊരു ഇങ്ങനെ വോബിൾ ചെയ്യുന്നത്. ഇതാണ് സ്ട്രോങ്. വീക്ക് ആണെന്നുണ്ടെങ്കിൽ വോബിൾ ചെയ്യും. വീക്ക് മീൻസ് വോബിൾ. ശരി, എന്റെ ചോദ്യം, ആർട്ടിക് പോളാർ വോർട്ടെക്സ് ആണോ അന്റാർട്ടിക് പോളാർ വോർട്ടെക്സ് ആണോ സ്ട്രോങ്? പറഞ്ഞു. ആർട്ടിക് പോളാർ വോർട്ടെക്സ് ആണോ അന്റാർട്ടിക് പോളാർ വോർട്ടെക്സ് ആണോ സ്ട്രോങ്? ബേസിക് ജോഗ്രഫിയ. ഞാൻ തന്നെ എന്റെ ആൻസർ പറയാം. ഫോർ എ ജെറ്റ് സ്ട്രീം ടു ബി സ്ട്രോങ്, ഒന്നാമത്തെ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there should be, കുഴപ്പമില്ല ഞാൻ പറയാം, there should be a stark temperature contrast. 2 റീജിയൻസ് തമ്മിൽ ഒരു സ്റ്റാർക്ക് ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ആർട്ടിക് എടുത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ പോളാർ റീജിയൻ, ഇവിടെയും പോളാർ റീജിയൻ ആണ്. ആർട്ടിക്കിന് ചുറ്റിനും ലാൻഡ് ആണ്, ഇവിടെ ചുറ്റിനും കടലാണ്. അപ്പൊ ഏത് ആർട്ടിക്കിലായിരിക്കോ അന്റാർട്ടിക്കിലായിരിക്കോ കൂടുതൽ ടെമ്പറേച്ചറിന്റെ ഇന്റർചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നത്? ടെമ്പറേച്ചർ ഇന്റർചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ഉണ്ടാവുന്നത് ആർട്ടിക്കിലായിരിക്കും അന്റാർട്ടിക്കിലായിരിക്കും? ആൾക്കാർ താമസം കൂടുതൽ, വണ്ടികൾ കൂടുതൽ അന്റാർട്ടിക്കിലായിരിക്കും ടെമ്പറേച്ചർ ഇന്റർചേഞ്ച് കൂടുതൽ ഉണ്ടാകുന്നത്? പക്ഷേ ആലോചിച്ച് നോക്ക്, ആർട്ടിക്കിലായിരിക്കില്ലേ? ആർട്ടിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടെമ്പറേച്ചർ ഷിഫ്റ്റിംഗ് ഓഫ് വിൻഡ് ബെൽറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ?
അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന വിൻഡ് ബെൽറ്റ് അത്രത്തോളം സ്ട്രോങ് ഒന്നും ആയിരിക്കത്തില്ല. അവരിങ്ങനെ വോബിൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അന്റാർട്ടിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേബിളാ, ചുറ്റിനും കടല. പ്രത്യേകിച്ച് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാറ്റാനുള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നില്ല. ദിസ് വിൽ ബി സ്ട്രോങ്. അതുകൊണ്ടാണ് നിങ്ങൾ യു എസിലൊക്കെ നിങ്ങൾ ഇതിങ്ങനെ ഈ ആക്ടിവിറ്റീസ് കേട്ടിട്ടുണ്ടാവോ? യു എസിലും കാനഡയിലൊക്കെ അതിശൈത്യം വരുന്നു, പെട്ടെന്ന് തണുപ്പ് അങ്ങ് മാറുന്നു, അല്ലെങ്കിൽ തണുപ്പ് കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ന്യൂസിൽ കേൾക്കാറില്ലേ? വളരെ സ്ട്രോങ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരുന്ന ഒരു വിൻഡ് പെട്ടെന്ന് ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടാകുമ്പോഴത്തേക്ക് ഇതങ്ങ് വോബിൾ ചെയ്യും. അപ്പോൾ ആ തണുപ്പ് താഴേക്ക് ഇറങ്ങി വരും. പക്ഷെ അന്റാർട്ടിക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വിൻഡ് ബെൽറ്റ് എപ്പോഴും കറങ്ങുന്നത് ഒരേ സ്റ്റേബിൾ ഡയറക്ഷനിലായിരിക്കും, സ്റ്റേബിൾ ആയിട്ടായിരിക്കും. ഇതിനകത്തുള്ള തണുപ്പ് ഇവിടെ തന്നെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് സ്ട്രോങ്. തണുപ്പ് ഇതിനകത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡിന്റെ ഫോർമേഷൻ കൂടുതലായിട്ട് നടക്കത്തില്ലേ? പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സിന്റെ ഫോർമേഷൻ കൂടുതലായിട്ട് നടന്നു കഴിഞ്ഞാൽ ഓസോൺ ഡിപ്ലീഷൻ കൂടുതലായിട്ട് നടക്കത്തില്ലേ? ആ കണക്ഷൻ പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി എൻ്റെ അടുത്ത ചോദ്യം. അപ്പൊ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഏതാണെന്ന് ഒരു ഉത്തരം കിട്ടി നമുക്ക്. അന്റാർട്ടിക് പോളാർ വോർട്ടെക്സ് എന്നുള്ളത് കിട്ടി. ഇനി എൻ്റെ ചോദ്യം, വെൻ ഇറ്റ് വിൽ ബിക്കം സ്ട്രോങ്? സമ്മർ സീസണിലാണോ വിന്റർ സീസണിലാണോ? അത് ആ ഡെഫിനിഷനിൽ അന്റാർട്ടിക് ഓസോൺ ഹോളിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. എപ്പോഴായി ഓസോൺ ഹോൾ ഡിപ്ലീഷൻ കൂടുതൽ നടക്കുന്നത്? അന്റാർട്ടിക് സമ്മറിലാണോ അന്റാർട്ടിക് വിന്ററിലാണോ? അന്റാർട്ടിക് വിന്റർ. അപ്പോൾ രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട സാധനമാണ് അന്റാർട്ടിക് പോളാർ വോർട്ടെക്സ് ഈസ് സ്റ്റേബിൾ ഡ്യൂറിങ് വിന്റർ സീസൺ. അന്റാർട്ടിക്കിൽ എത്ര നാളാ വിന്റർ? എത്ര നാളാ വിന്റർ? 6 months. 6 months. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എർത്ത് ഇവിടെ ഉണ്ട്. എർത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് മൂവ് ചെയ്ത് അന്റാർട്ടിക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 6 മാസം ഈ ഓഡിയസ് എന്ന് പറയുന്ന അതിനകത്ത് തന്നെ കണ്ടെയ്ൻ ചെയ്ത് നിൽക്കും. വിന്റർ സീസൺ തുടങ്ങി 6 മാസത്തോളം ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി ആ വിന്റർ സീസണിൽ ഫോർ 6 months they will continue to react. ഇവഞ്ച്വലി വിന്റർ അവസാനിക്കാറാകുമ്പോഴത്തേക്ക് ലേറ്റ് വിന്റേഴ്സ് huge quantities of ozone molecule will be depleted. ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ ക്യാൻ ഐ സം അപ്പ് ലൈക്ക് ഡിസ്ട്രക്ഷൻ ഓഫ് അല്ലെങ്കിൽ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ ഓവർ അന്റാർട്ടിക്ക ഈസ് prominent because of low temperature, strong polar vortex, presence of polar stratospheric cloud, long winter seasons, influx of ozone depleting substances. ഇത്രയും റീസൺ വെച്ചിട്ട് ക്ലബ് ചെയ്യാവോ എനിക്ക്? Can I club all these reasons? This is a PYQ. Hope you remember this question. അന്റാർട്ടിക്കയിൽ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊരു പ്രശ്നം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ഇതിനകത്ത് ഓരോ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? അന്റാർട്ടിക്കയിലെ ലോ ടെമ്പറേച്ചർ ഞാൻ ആ ഗ്രാഫ് കാണിച്ചു തന്നു, വിന്റർ സീസണിൽ എത്രത്തോളം പോകുന്നുള്ളത്. പോളാർ വോർട്ടെക്സ് എന്തുകൊണ്ട് അന്റാർട്ടിക്കയിൽ സ്ട്രോങ് ആയി നിൽക്കുന്നു? പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ് എന്താണ്, അത് അന്റാർട്ടിക്കയിൽ എങ്ങനെ ഉണ്ടാകുന്നു?
അതിൻ്റെ റീസൺ PSC ഉണ്ടാകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഡിപ്ലീഷനിലേക്ക് കാരണമാകുന്നത്, വിന്റർ സീസൺ എങ്ങനെയാണ് ഡിപ്ലീഷന് കാരണമാകുന്നത്, വേറെ എല്ലായിടത്തും ഉണ്ടാകുന്ന ഓഡിയൻസ് എങ്ങനെയാണ് അന്റാർട്ടിക്കയിൽ എത്തുന്നത് ബിക്കോസ് ഓഫ് വിൻഡൽസ്. ക്ലിയർ അല്ലേ? ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ്. ഇത്രയും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ യു ആർ ബിക്കം മാസ്റ്റേഴ്സ് ഓഫ് ഈ ഒരു മൊഡ്യൂൾ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലായി? ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്ക് അനില, ദർശന, ആതിര, ഓക്കെ ശരി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് അന്റാർട്ടിക്കയിൽ. അതെ, അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവുന്നതിന്, അന്റാർട്ടിക്കയുടെ മേളിൽ ഒരു ഹോൾ ഉണ്ടാവുന്നതിന് റീസൺ ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ 3 ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തു. നാലാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കൗണ്ടർ മെഷേഴ്സ്? നിങ്ങൾ തന്നെ പറഞ്ഞു, ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഗ്ലോബൽ വാർമിംഗ് സബ്സ്റ്റൻസ് ഒരു പ്രോട്ടോക്കോളും കൺവെൻഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്ലോബൽ വാർമിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ പ്രൊഡക്ഷൻ നിർത്താനായിട്ട് നോക്കി. ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓസോൺ ഡിപ്ലീഷൻ നടത്തുന്ന ഗ്യാസസിന് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഈ ഒരു ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ആർ ദ കൗണ്ടർ മെഷേഴ്സ്? കൗണ്ടർ മെഷേഴ്സ് ഇത്രയേ ഉള്ളൂ: ടു സ്റ്റോപ്പ് പ്രൊഡ്യൂസിങ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. മെയിൻലി അവരുടെ ആദ്യത്തെ ഫോക്കസ് എന്ന് പറയുന്നത് CFC, BFC പോലുള്ള ആൾക്കാരായിരുന്നു. അവരെ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യുക, റീപ്ലേസ് വിത്ത് അതർ കെമിക്കൽസ്. ഇതിന് വേണ്ടിയിട്ട് അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ അവർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കൺവെൻഷൻ പ്രോട്ടോകോൾ അപ്രോച്ച്. ഗ്ലോബൽ വാർമിംഗ് പഠിച്ചുകൊണ്ട് ഇത് ക്ലിയർ ആയിരിക്കും, കാരണം ഞാൻ വേഗം പോകുന്നത്. ലോകത്തിലെ എല്ലാ ആൾക്കാരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഒരു കൺവെൻഷൻ, എന്താണ് കൺവെൻഷൻ ഉള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു കൺവെൻഷൻ കൂടി. എവിടെയാണ് അവർ കൺവെൻഷൻ കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിയന്നയിലാണ് അവർ കൺവെൻഷൻ കൂടിയത്. എന്നിട്ട് അവർ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന്റെ പ്രൊഡക്ഷൻ നിർത്തണം എന്നുള്ളത് പറഞ്ഞു. 1985 ഒക്കെ ആയി ഈ ഒരു കൺവെൻഷൻ കൂടിയപ്പോഴത്തേക്ക്. എന്നിട്ട് എങ്ങനെ കുറയ്ക്കണം, ആരെന്തൊക്കെ കുറയ്ക്കണം? എല്ലാ ആൾക്കാരും ഒരുപോലെ കുറയ്ക്കേണ്ട ആവശ്യമില്ല, ഓരോ കൺട്രീസ് ഓരോ രീതിയിലാണ് കുറയ്ക്കേണ്ടത്. ബൈൻഡിങ് ആയിട്ട് ഒരു പ്രോട്ടോകോൾ അവരുണ്ടാക്കി, എല്ലാവരും ഇത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. 1989 ആയപ്പോഴത്തേക്ക് എല്ലാവരും സൈൻ ചെയ്തു. ആ പ്രോട്ടോകോളിന്റെ പേരാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി. ഇതിലേക്ക് കുറച്ച് ഡീറ്റെയിൽസ് എടുത്ത് വെക്കാനായിട്ടുണ്ട്. ഒന്ന്, വിയന്ന കൺവെൻഷൻ. എന്താണ് വിയന്ന കൺവെൻഷൻ? അപ്പൊ അതിലേക്ക് വന്നു കഴിഞ്ഞാല് നോക്കട്ടെ. യെസ്, വിയന്ന കൺവെൻഷനെ പറ്റി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായിക്കണം എന്നുള്ള ആൾക്കാരല്ല, നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വിയന്ന കൺവെൻഷനെ പറ്റി ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈ 1985 ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വിയന്ന കൺവെൻഷൻ for the protection of ozone layer was created in response. Okay. This would later become in the form of Montreal Protocol. Taking effect in 1988. ആൻഡ് ഇത് ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ 2099. ലോകത്തിലെ എല്ലാ കൺട്രി ഒരുപോലെ അംഗീകരിച്ചൊരു കൺവെൻഷനാണ് 2009 ഈ വിയന്ന കൺവെൻഷൻ. യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ ആണ്. Convention aimed to promote cooperation among nations by exchanging information on the effect of human activities on the ozone layer. ക്ലിയർ അല്ലേ? ഇതിൽ നിന്നുണ്ടായ പ്രോട്ടോകോളാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ എവിടെയാ? ഏത് കൺട്രിയില്ല മോൺട്രിയൽ പ്രോട്ടോകോൾ? മോൺട്രിയൽ എന്ന് പറയുന്ന സ്ഥലം എവിടെയാ? കാനഡ. ഓക്കെ.
മോൺട്രിയലിനെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. Montreal Protocol on substances that deplete ozone layer is a global agreement to protect Earth ozone layer. കുറച്ച് ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. 1989 ഇത് നിലവിൽ വന്നത്. ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ് മോൺട്രിയൽ കൺട്രോൾഡ് സബ്സ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. മോൺട്രിയൽ കൺട്രോൾഡ് സബ്സ്റ്റൻസസ് ആർ ആരൊക്കെയാണ് മോൺട്രിയൽ കൺട്രോൾ സബ്സ്റ്റൻസ് ഉള്ളത്? നമ്മളിതിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിനെ പഠിച്ചില്ലേ? അവർ തന്നെയാണ്. അതിൽ ഒരാളില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. കൂട്ടത്തില് മീഥൈൽ ക്ലോറൈഡ് ഇല്ല. മീഥൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഇവിടെ ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, മീഥൈൽ ക്ലോറൈഡ് ഒഴിച്ചിട്ട് ബാക്കി ഇത്രയും ആൾക്കാരാണ് മോൺട്രിയൽ കൺട്രോൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം 1989 തന്നെ ബാൻ ചെയ്തില്ല കേട്ടോ. ഇതൊക്കെ വളരെ സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് ഇത് ഓരോന്നും ചെയ്തത്. CFC മാറ്റി, HFC മാറ്റി, SBSC ഒക്കെ പല പല അമെൻമെന്റ് വഴിയാണ്. ലണ്ടൻ അമെൻമെന്റ്, വാഷിംഗ്ടൺ അമെൻമെന്റ്, അങ്ങനെ പല പല വർഷങ്ങളിൽ കൂടി പല പല അമെൻമെന്റ് എടുത്തിട്ടാണ് ഇതെല്ലാം റെഡ്യൂസ് ചെയ്ത് വരുന്നത്. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. ഇന്ത്യ ഉൾപ്പെടെ സ്റ്റോപ്പ് ചെയ്തു. ഈ പറഞ്ഞ സബ്സ്റ്റൻസ് ഒക്കെ പല ഓൾട്ടർനേറ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചൈന പോലുള്ള കൺട്രീസ് ഒക്കെ ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും ഈ ഒരു യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ കിട്ടി പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പഠിക്കേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു 2016 അപ്പോൾ ഈ CFCക്കും HFCCക്കും പകരമായിട്ട് CFC, HCFC, HBFC ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പകരമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവർ ബൈ 1990 ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ റെക്കമെൻഡ് ചെയ്ത സബ്സ്റ്റൻസ് ആണ് വി ഹാവ് ടു യൂസ് HFC. Replace these compounds with HFC. Why? റീസൺ നിങ്ങൾ പറഞ്ഞേ. ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു 1990s തൊട്ട് ഒരു 2010 ലാസ്റ്റ് ഒരു 20-25 ഇയേഴ്സ് ആയിട്ട് HFC ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ല. HFC is not an ozone depleting substances. എന്തുകൊണ്ടെന്ന് അറിയാലോ. എന്തുകൊണ്ട്? വൈ? ഫ്ലൂറിൻ ഈസ് നോട്ട് റിയാക്റ്റീവ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഫ്ലൂറിൻ ഈസ് നോട്ട് റിയാക്റ്റീവ്. Then fluorine is not reactive. പക്ഷേ but what are the problems associated with HFC? Even though HFC is not an ODS, it is a several time powerful global warming agent than CO2. നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും ഒക്കെ ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ്, തൗസൻഡ്സ് ഓഫ് ടൈംസ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ വാർമിംഗ് ഏജന്റ് ആണ് HFC. ഓക്കെ, അപ്പോൾ HFC നമ്മൾ യൂസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഒരു പ്രോബ്ലം സ്റ്റോപ്പ് ചെയ്തു. ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അതിന് പകരം നമ്മൾ വേറൊരു പ്രോബ്ലം എന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു, അതിനെ ആക്സലറേറ്റ് ചെയ്തു. സോ യൂസ് ഓഫ് HFC in Montreal Protocol indirectly led to increasing global warming. ഇതായിരുന്നു HFCയുടെ ഒരു പ്രോബ്ലം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? HFCയുടെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ.
HFCയുടെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളത്. സോ in 2016 Montreal Protocol was again amended. ഒന്നുകൂടി amend ചെയ്തു. Which led to anybody? Which led to amendment വിളിക്കുന്ന പേര്? Yes. Which is known as Kigali Amendment. Kigali Amendment. So Kigali Amendment to Montreal Protocol in 2016. എന്താണ് കിഗാലി അമെൻമെന്റ് ടു മോൺട്രിയൽ പ്രോട്ടോകോൾ ഇൻ 2016? അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ്. കിഗാലി അമെൻമെന്റ്. Kigali Amendment to Montreal Protocol in 2016. ഇവിടെ കൊടുത്ത അതേ കാര്യം തന്നെയാണ്. 197 parties agreed to the deal in Kigali, Rwanda. എന്താണ് എഗ്രി ചെയ്തെന്നുള്ളതാണ്. To include HFCs to face down. അപ്പോൾ even though HFC is not an ODS, മോൺട്രിയൽ കൺട്രോൾഡ് സബ്സ്റ്റൻസിനുള്ളിൽ ഇപ്പോൾ ആരും ഉണ്ട്? HFC ഉണ്ട്. അത് എന്തുകൊണ്ട്? ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഇറ്റ്സ് ODS ബട്ട് ബിക്കോസ് ഇറ്റ്സ് ഹൈലി ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. 2019 തൊട്ട് നിലവിൽ വന്നു. 3 കാറ്റഗറി ആയിട്ടാണ് കൺട്രീസിന് തിരിച്ചിരിക്കുന്നത്. ഡെവലപ്ഡ് കൺട്രീസ് ലെഡ് ബൈ US, ഡെവലപ്പിംഗ് കൺട്രീസ് ലെഡ് ബൈ ചൈന, ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ഇന്ത്യ 3rd കാറ്റഗറിയിലാണ് വരുന്നത്. ഈ 3 കാറ്റഗറിക്ക് 3 ടൈം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയുടെ സ്ഥലത്ത് ഇന്ത്യക്ക് ബൈ 2047 ആകുമ്പോഴത്തേക്ക് HFCയുടെ പ്രൊഡക്ഷൻ 85% കുറച്ചിരിക്കണം. ക്ലിയർ ആണോ? ഈ കാര്യം പറ്റിയുള്ള കംപ്ലീറ്റ് ഡേറ്റ് ഇതിനകത്തുണ്ട്. ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ വായിച്ചാൽ മതി. ക്ലിയർ? ഓക്കെ അല്ലേ? കിഗാലി അമെൻമെന്റ്. ഈ പ്രോട്ടോകോളൊക്കെ വന്നതിന് ശേഷം കണ്ടോ, മോൺട്രിയൽ പ്രോട്ടോകോൾ ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് ക്ലോറിനേറ്റഡ് സബ്സ്റ്റൻസിന്റെ പ്രൊഡക്ഷൻ ഈ ഒരു റേറ്റിലായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. ഇക്വലന്റ് എഫക്റ്റീവ് സ്ട്രാറ്റോസ്ഫിയറിക് ക്ലോറിൻ. ഓരോരോ അമെൻമെന്റ് വന്നു. മോൺട്രിയൽ പ്രോട്ടോകോൾ വന്നു, ലണ്ടൻ അമെൻമെന്റ് വന്നു, കോപ്പൻഹേഗൻ വന്നു. കണ്ടോ എത്രത്തോളം കുറഞ്ഞു എന്ന് നോക്ക് ക്ലോറിനേറ്റഡ് പ്രോഡക്ട്സിന്റെ പ്രൊഡക്ഷൻ. നമ്മൾ 2023 ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 0 എമിഷനാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 0 എമിഷൻ തന്നെയാണ് ഇപ്പോഴും. സോ വൺ ഓഫ് ദി ഹൈലി സക്സസ്ഫുൾ പ്രോട്ടോകോൾ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. സോറി, മോൺട്രിയൽ പ്രോട്ടോകോൾ അൺലൈക്ക് ക്യോട്ടോ. ക്ലിയർ? ഇത്രയേ ഉള്ളൂ ഓസോൺ ഡിപ്ലീഷൻ. ഓക്കെ ആണോ? പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ഇത്രയും മതി. കൂടുതൽ വിവരം വേണമെന്നുള്ള ആൾക്കാർ ഓസോൺ 20 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് UNEP ഓസോൺ സെക്രട്ടേറിയറ്റ് ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് വരും. ഇനി കംപ്ലീറ്റ് ക്ലാസ് എടുത്തിരിക്കുന്നത് ആ ഒരൊറ്റ വെബ്സൈറ്റിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ വായിക്കണമെന്നില്ല. ക്ലിയർ അല്ലേ? ഓസോണിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ എന്താണ് ഓസോൺ എന്ന് തുടങ്ങി, എന്താണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് തുടങ്ങി, അന്റാർട്ടിക് ഓസോൺ ഹോള് വരെ എത്തിയതിന്റെ റീസൺസും അതെങ്ങനെ കൗണ്ടർ ചെയ്യാമെന്നും ഇപ്പോഴത്തെ സ്റ്റേറ്റും ഒക്കെ കംപ്ലീറ്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മൊഡ്യൂളും തീർന്നു. നമുക്കിനി അടുത്ത മൊഡ്യൂളിലേക്ക് പോവാം. ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ് അടുത്ത ദിവസം തുടങ്ങാം. അത് 2 ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് അത് തീരും. ഡൺ. ശരി, ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യണേ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്.